വർഷം കൂടെ നമ്മളെ വിട്ടുപോകുന്നു. നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത ഈ ഒരു കഴിഞ്ഞ വർഷം റോഡ് അപകടങ്ങളിൽ പൊലിഞ്ഞുപോയ ജീവനുകളാണ്. എത്രയോ ആളുകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒഴിവാക്കാവുന്ന ഒരുപടി കാരണങ്ങളാൽ റോഡുകളിൽ തകർന്നു. ആരെങ്കിലും ഈ അപകടങ്ങളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? എത്രയെല്ലാം കമ്മീഷനുകൾ ഏതെല്ലാം അപകടങ്ങൾ പഠിക്കുന്നതിനായി ഇവിടെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു? എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ ഒരു ദിവസം ശരാശരി ഏതാണ്ട് 470 മരണങ്ങൾ റോഡപകടങ്ങളിൽ സംഭവിക്കുന്നു എന്നാണ് കണക്ക്. ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ റോഡ് ഉപയോഗിക്കുന്ന ആൾ എന്ന നിലയിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. ഉറപ്പായും ഗവൺമെന്റ് മികച്ച റോഡുകൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. മികച്ച പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ടതാണ്. നമുക്കറിയാവുന്ന പോലെ നല്ലൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനങ്ങളുടെ ബാഹുല്യത്തെ കുറയ്ക്കും. ഈ വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള നമ്മുടെ കാറുകളും മറ്റും ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ. ഇറ്റ്സ് എ ദാറ്റ് എ ഡെവലപ്ഡ് കൺട്രി ഈസ് നോട്ട് എ പ്ലേസ് where the poor have cars, it's where the rich uses public transportation. അപ്പോൾ നമ്മൾ ഒരു യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. സോ അത് എത്ര പണക്കാരനായാലും അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കും. നമുക്ക് റോഡുകളെ പറ്റി പറഞ്ഞാൽ സീബ്ര ക്രോസിങ്ങുകളുടെ ഉപയോഗം എന്താണെന്ന് എത്ര പേർക്കറിയാം? ഈ അടുത്ത് തിരുവനന്തപുരത്ത് തന്നെ ഒരാൾ സീബ്ര ക്രോസിങ്ങിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടിരുന്നു. നമുക്കതറിയാം. നമുക്ക് റോഡുകളിൽ ഫുട്പാത്തുകൾ ആവശ്യമാണ്. എത്ര സ്ഥലത്ത് ഫുട്പാത്തുകളുണ്ട്? ഉപയോഗയോഗ്യമായ എത്ര ഫുട്പാത്തുകളുണ്ട്? ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ അടുത്തുണ്ടായ ഒരു അപകടത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ എയർപോർട്ടുകളിൽ പല പ്ലെയിനുകളും ലാൻഡ് ചെയ്യുന്നത്, പലപ്പോഴും ഗൾഫുകളിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലെയിനുകൾ ലാൻഡ് ചെയ്യുന്നതും അത് ടേക്ക് ഓഫ് ചെയ്യുന്നതും മിക്കവാറും ഒക്കെ തന്നെ ഒന്നുകിൽ രാത്രിയിലായിരിക്കും, അല്ലെങ്കിൽ വളരെ വെളുപ്പിന് 3 മണിക്കും 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ഒക്കെയാണ്. അപ്പം ഇത്തരത്തിലുള്ള സമയക്രമം മൂലം നമ്മൾ പലപ്പോഴും റോഡുകൾ രാത്രിയിൽ ഉപയോഗിക്കേണ്ടതായി വരുന്നു. നമ്മൾ വാഹനങ്ങൾ ഓടിച്ച് ഇതിൻ്റെ സമയത്തിനനുസരിച്ച് നമ്മൾ എയർപോർട്ടുകളിലേക്ക് എത്താൻ നമ്മൾ നിർബന്ധിതരാകുന്നു. പലപ്പോഴും ആളുകൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഈ പറയുന്ന എയർപോർട്ടുകളിലേക്ക് പോകേണ്ടതായ സാഹചര്യം വരുന്നു. അപ്പോൾ നമുക്ക് രാത്രി യാത്ര ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇന്നത്തെ നമ്മുടെ പ്ലെയിനുകളുടെ സമയക്രമം മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. നമ്മൾ സിറ്റികളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയിൽ നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം എറണാകുളം പോലുള്ള നഗരത്തിൽ മെട്രോ ഉണ്ടെന്നുള്ളത് ഒരു പരിധി വരെ അവിടുത്തെ ഗതാഗതത്തെ കുറേയൊക്കെ അവിടുത്തെ ഗതാഗത കുരുക്കുകളും അവിടുത്തെ ഗതാഗത പ്രശ്നങ്ങളും ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ സിറ്റികളിൽ ആളുകൾ കഴിയുന്നിടത്തോളം നടക്കുന്നത് നല്ലതാണ്. നമ്മുടെ കാറുകളും മറ്റു വാഹനങ്ങളും ഉപയോഗിക്കാതെ നമ്മൾ സിറ്റികളിൽ കൂടി നടക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ആരോഗ്യം എന്തായാലും കൂട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സൈക്കിളുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്നും വളരെ വലിയ നൂതനമായ ആശയങ്ങളൊന്നും അല്ല. നമുക്കറിയാവുന്ന പോലെ ഈ പറയുന്ന പല വിദേശ രാജ്യങ്ങളിലും ആളുകൾ കൂടുതലായി നടക്കുന്നു, കൂടുതലായി സൈക്കിളുകൾ ഉപയോഗിക്കുന്നു. ഇത് അവരുടെ ആരോഗ്യത്തിനും വളരെ ഗുണപരമായ കാര്യങ്ങളാണ്. അപ്പം നമുക്കും എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സംസ്കാരം നമുക്ക്
ഇവിടെ കൊണ്ടുവന്നുകൂടാ? നമ്മുടെ ഈ മലിനീകരണത്തിൻ്റെയും അതുപോലെ തന്നെ റോഡുകളുടെ അപകടങ്ങളുടെ ബാഹുല്യവും കണക്കിലെടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, ഇച്ഛാശക്തിയില്ലാത്ത ഭരണ നേതൃത്വങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നമ്മുടെ ഭരണ നേതൃത്വങ്ങൾ, അത് ഇപ്പോൾ ഭരണത്തിലുള്ളവരാകട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്ത് ഉള്ള പാർട്ടികളായിക്കോട്ടെ, ഇവരുടെയൊക്കെ ഇച്ഛാശക്തിയിൽ നമ്മൾ സംശയം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, നമുക്കറിയാവുന്ന പോലെ മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ റോഡുകളിൽ പ്രോപ്പർ ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ പോലുള്ള സ്ഥലങ്ങളിൽ ശരിയായ രീതിയിലുള്ള ഡ്രെയിനേജുകൾ ഇല്ലാത്തതുകൊണ്ട് ഒരു മഴ പെയ്യുമ്പോൾ അവിടെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതാകുന്നതും അവിടുത്തെ ജീവിതം വളരെ ദുരിതപൂർണമാകുന്നതും നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, അപകടകരമായ ഓവർടേക്കിങ്ങിനെ പറ്റി അറിയാം. ആളുകൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്യുന്നു. നമുക്കറിയാവുന്നതാണ്, ഇവിടെ ഒരു 70 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന എത്ര റോഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കാതെ, അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാതെ നമ്മൾ നമ്മുടെ റോഡുകൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും MEDയും പോലീസും വണ്ടി ഉപയോഗിക്കുന്നവരെ ശത്രുക്കളായി കാണാതെ നിയമലംഘനം നടത്തുന്നവരെ ഒരു പരിധിവരെ ഉപദേശിച്ച് തെറ്റുതിരുത്താൻ അവർക്ക് ഒരു അവസരം കൊടുക്കുന്നതാണ് നല്ലത്. അതിനു പകരം അവരെ ശത്രുക്കളായി കണ്ട് അവരെ ഒരു ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നത് ഒരിക്കലും ഗുണകരമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായും തുടർച്ചയായി നിയമം ലംഘിക്കുന്നവരെ മാത്രം കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. മൊത്തത്തിൽ നമ്മുടെ യാത്രകളുടെ വേഗം കുറയ്ക്കേണ്ടിയിരിക്കുന്നു. യാത്രകൾ മാത്രമല്ല, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ വേഗത തന്നെ നമുക്ക് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ധൃതി പിടിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വളരെ സൂക്ഷ്മമായി നമ്മൾ എന്ത് കാര്യം ചെയ്താലും, അത് റോഡ് പണിയാകട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാകട്ടെ, നമ്മൾ കുറച്ചും കൂടെ സാവകാശം, വളരെ കൃത്യതയോടുകൂടി ഏറ്റവും ഗുണനിലവാരമുള്ള രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വേഗത കുറയ്ക്കുന്നതോടുകൂടി നമുക്ക് റോഡിലെ അപകടങ്ങൾ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന നമ്മുടെ റോഡുകളുടെ അവസ്ഥയെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ, ഒരു വശത്ത് കുണ്ടും കുഴിയുമായ റോഡുകൾ, മറുവശത്ത് അപകടം മൂലം മരണപ്പെടുന്ന ജീവനുകൾ. നമ്മൾ സീറ്റ് ബെൽറ്റുകൾ ധരിക്കാറില്ല. കാറിൻ്റെ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മുൻവശത്തിരിക്കുന്നവർ മാത്രമാണ് സീറ്റ് ബെൽറ്റുകൾ ധരിക്കുന്നത്. നമ്മൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റുകൾ ധരിക്കേണ്ടതാണ്. വാഹനങ്ങളിൽ എയർ ബാഗുകൾ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല. അതൊരു ആഡംബരമല്ല. എയർ ബാഗുകൾ ആഡംബരമല്ല. ഇതുപോലുള്ള വൻ അപകടങ്ങളിൽ ഇത്തരം എയർ ബാഗ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പാക്കും. നമ്മൾ അതുപോലെ തന്നെ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നു. നമുക്ക് ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം, പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള നഗരങ്ങളിൽ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരാവശ്യവുമില്ലാത്ത ഈ മത്സരയോട്ടങ്ങൾ പരിഹരിക്കുന്നതിനായി നമ്മൾ എന്ത് കാര്യമാണ് ചെയ്തിരിക്കുന്നത്, പ്രായോഗികമായ രീതിയിൽ എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത്? ഓർക്കുക, ഇതെല്ലാം എത്രയോ ജീവനാണ് പൊലിച്ചിട്ടുള്ളത്. ഇനിയും എത്രയോ ജീവനുകൾ ഇതുപോലുള്ള ജീവനുകൾ നഷ്ടപ്പെടുത്താൻ പോവുകയാണ്. അതുതന്നെ യാഥാർത്ഥ്യബോധമില്ലാത്ത KSRTCയുടെ സമയക്രമീകരണങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കേരളത്തിലെ റോഡുകളിൽ സൂപ്പർ ഫാസ്റ്റുകളോ സൂപ്പർ എക്സ്പ്രസ്സുകളോ ഒന്നും പ്രായോഗികമല്ല. നമ്മുടെ റോഡുകളിൽ കൂടെ ഇതൊന്നും പ്രായോഗികമല്ല. അപ്പം ഇത്തരം സംവിധാനങ്ങളൊക്കെ, അമിത വേഗത്തിൽ ഓടുന്ന ഇത്തരം
KSRTCയുടെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലുള്ള സംവിധാനങ്ങളോ ഒക്കെ നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. രാത്രി 10 മണിക്കും വെളുപ്പിന് 5 മണിക്കും ഇടയ്ക്ക് ഡ്രൈവിംഗ് ഒഴിവാക്കേണ്ടതാണെങ്കിലും നമ്മളത് കാര്യമാക്കാതെ ഇന്നും ഓടിക്കുന്നു, അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ഉറക്കം വന്നാൽ നമുക്കറിയാവുന്നതുപോലെ വണ്ടി നിർത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് ഉറങ്ങിയിട്ട് യാത്ര ചെയ്യുന്നതിന് പകരം നമ്മൾ റിസ്ക് എടുത്ത് അപകടങ്ങളിലേക്ക് പാഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം നമ്മുടെ ക്യാമറകളാണ്. നമുക്കിപ്പോൾ AI ക്യാമറകളുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വേഗത നിജപ്പെടുത്തിയിട്ടുള്ള വലിയ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ക്യാമറകൾ ഉറപ്പായും അവിടെ ഉണ്ട്. ക്യാമറകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ഒരു സ്ഥലത്ത് ക്യാമറ ഉണ്ടെന്ന് മുൻകൂട്ടി അറിയിക്കുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം ക്യാമറ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന വഴി സ്പീഡ് ഉറപ്പായും വാഹനങ്ങൾ നിയന്ത്രിച്ച് അപകടം ഒഴിവാക്കുന്നു. എന്നാൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ക്യാമറ മറച്ചു വയ്ക്കാൻ പറ്റും, അതുവഴി എങ്ങനെ കൂടുതൽ ഫൈനുകൾ അടിച്ച് ഖജനാവിലേക്ക് പണം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ഇതുപോലുള്ള അപകട മേഖലയിൽ ക്യാമറകൾ ഉണ്ടെന്ന് മുൻകൂട്ടി ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നത് അവർ ഉറപ്പായിട്ടും അവിടെ സ്പീഡ് കുറയ്ക്കാനും ഒരു നല്ലൊരു ശതമാനം വരെ അപകടങ്ങൾ കുറയ്ക്കാനും നമുക്ക് സഹായിക്കാൻ കഴിയും. നമ്മൾ ഫുട്പാത്തുകളെ പറ്റി പറഞ്ഞു. ഫുട്പാത്തുകൾ വേണം. നമുക്ക് ഉപയോഗിക്കാവുന്ന ഫുട്പാത്തുകൾ പല സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാം പല ബ്രാൻഡഡ് കാറുകളിലും കുറെ കൂടി എക്സ്പെൻസീവ് കാറുകളിൽ ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതായത് ഞാൻ ഒരു കാർ ഓടിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ എൻ്റെ അലേർട്ട്നെസ് കുറയുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വീലില് എൻ്റെ കൈകൾ ഇല്ല എന്ന സിസ്റ്റം എന്ന് കാർ സ്വയം മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള അലേർട്ടുകൾ നമുക്ക് നൽകാറുമുണ്ട്. അത് നിർഭാഗ്യവശാൽ കുറെ കൂടി എക്സ്പെൻസീവ് കാറുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് കൂടുതൽ കാറുകളിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ഈഗോകൾ. ഈ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരാൾ അനാവശ്യമായി പുറകിൽ നിന്ന് ഹോൺ അടിച്ചാൽ, ഓവർടേക്ക് ചെയ്താൽ ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെയും ഈഗോയെ ഹേർട്ട് ചെയ്യുന്നതായി ഈഗോയെ പലപ്പോഴും ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈഗോകൾ നമ്മൾ അനാവശ്യമായ ഈഗോയാണ്. ഇത്തരത്തിലുള്ള ഈഗോകൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഈഗോകൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇച്ഛാശക്തിയുള്ള, വിഷനുള്ള, കാഴ്ചപ്പാടുകളുള്ള നമ്മുടെ നാടും ഇവിടുത്തെ ജനങ്ങളും നന്നാകണമെന്ന് ആഗ്രഹമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഭരണകർത്താക്കളും ആവശ്യമാണ്. ഭരണാധികാരികൾ എന്തിന് വിദേശത്ത് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു? എന്തെങ്കിലും ഇവിടെ പ്രാവർത്തികമാക്കാറുണ്ടോ? നമ്മുടെ നാട്ടിൽ മാറ്റം വരുത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ എന്തു മാറ്റവും കൊണ്ടുവരാൻ പറ്റും. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായാൽ എൻ്റെ ജോലി ഞാൻ ആത്മാർത്ഥമായി ചെയ്യണം. ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഞാനെന്ന ഇവിടുത്തെ പൗരൻ, സാമൂഹ്യ ജീവി, എൻ്റെ ഈഗോയും എൻ്റെ പിടിവാശിയും വിട്ട് കളഞ്ഞ് ഞാൻ എന്തു വന്നാലും നിയമം പാലിക്കും, അപകടങ്ങൾ ഒഴിവാക്കും എന്ന് തീരുമാനിക്കുന്നിടത്ത് ഇവിടെ മാറ്റങ്ങൾ ഉറപ്പായും ഉണ്ടാകും. കാരണം ഇതാവശ്യമാണ്. എൻ്റെ നിങ്ങളുടെ ജീവൻ്റെ കാര്യമാണ്. നമ്മളുടെ പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ് ഇവിടെ അശ്രദ്ധ മൂലം, അവിവേകം മൂലം തകർക്കപ്പെടുന്നത്. അതിനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല.